ഹലോ ഹലോ ഗൈസ്, ഒരു ഹലോ പറഞ്ഞേ അങ്ങോട്ട്. അടിവാതിലും തുറന്ന് വന്നിരിക്കണം കടവാവില്. 6:30 സൺറൈസ് കാണാൻ സണ്ണുദിച്ച് കയറിയിട്ട് പോകും. എവിടെയാണ് നമ്മൾ പോകുന്നത്? പറഞ്ഞ പോലെ നമ്മൾ ഇല്ലിക്കക്കല്ല് പോവുകയാണേ. പോകുന്ന വഴിക്ക് ഫെലിക്സിനെ മാമോദിസ മുക്കിയ പള്ളിയൊക്കെ കണ്ടേ. പിന്നെ ഇത് സോനും തോംസും ആണേ, ഫെലിക്സിൻ്റെ അനിയന്മാരാണേ. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണേ നിങ്ങൾ കാണുന്നത്. കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6000 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത്. പോകുമ്പോൾ ജസ്റ്റ് തുറന്നിട്ടേ ഉണ്ടായിരുന്നുള്ളേ. 8:30 ഇല്ലിക്കക്കല്ല് തുറക്കുന്നത്. പക്ഷേ 6:30 വരാൻ ഞങ്ങൾ തലേ ദിവസം പ്ലാൻ ഇട്ടായിരുന്നേ. അതോർത്ത് ഞങ്ങൾ ചിരിക്കുമായിരുന്നു. ഫെലിക്സ് ആണെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നേ. കാരണം ജീപ്പ് സ്റ്റാർട്ട് ചെയ്യണമല്ലോ. ഞങ്ങൾ ജീപ്പ് എടുത്താണേ പോകുന്നത്. നടന്നു പോകാവുന്ന ദൂരേ ഉള്ളൂ. ഞങ്ങൾക്ക് ആർക്കും നടക്കാൻ വയ്യ, കാരണം നല്ല വെയിലായിരുന്നു. ശരിക്കും സെപ്റ്റംബർ മുതൽ മാർച്ച് മാസം വരെയാണ് ഏറ്റവും ബെസ്റ്റ് മാസങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട്. നല്ല തണുപ്പും കോടയൊക്കെ ആയിരിക്കുവേ. ഞങ്ങൾ പോയപ്പോൾ ഭയങ്കര വെയിലായിരുന്നേ. കാരണം ഞങ്ങൾ പോയ മാസം ഏപ്രിലാണല്ലോ. ശരീരം അനങ്ങണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഭയങ്കര വെയിലായതുകൊണ്ട് ഞങ്ങൾ ജീപ്പിലാണേ പോയത്. ജീപ്പായാലും പകുതി ദൂരെ കൊണ്ടുവിടുള്ളൂ. ബാക്കി പകുതി ദൂരം നമ്മൾ നടന്ന് തന്നെ കയറണം. നടന്ന് കയറുമ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. നടന്ന് തളർന്നു. ബാക്ക് സൈഡിൽ നിന്ന് ട്രക്ക് ചെയ്ത് വന്ന ആൾക്കാരെയാണ് നിങ്ങൾ കാണുന്നത്. എത്രത്തോളം കുഞ്ഞതായിട്ട് അവരെ കാണാൻ പറ്റുന്നത്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രത്തോളം മുകളിൽ അവർ നിൽക്കുന്നതെന്ന്. നിങ്ങൾക്ക് ഇനിയും ഉണ്ട് ഒരുപാട് ദൂരം മുകളിൽ. ആദ്യം ഓടിക്കേറിയ ആൾക്കാരാണ് ആ കാണുന്നത്. ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ നമ്മൾ നടന്നു വന്ന വഴിയാണ് ഇത്. പറ്റുപടി നിന്നെ കൊണ്ട്. എന്തൊക്കെ ചൂടാന്ന് പറഞ്ഞാലും ആ മലനിരകളും പച്ചപ്പും ആ തണുത്ത കാറ്റും തന്നെ മതിയായിരുന്നു ഞങ്ങൾക്ക്. നിന്നാണേലും കഷ്ടപ്പെട്ടാണേലും ആ മലയൊന്ന് കയറാനായിട്ട്. ഉയരം കൂടും തോറും കാഴ്ചയുടെ ഭംഗി കൂടി വരുമായിരുന്നു. എന്ത് ഭംഗിയായിരുന്നു അവിടെ നിന്ന് അതൊക്കെ അതൊന്ന് കാണാനായിട്ട്. ഫൈനലി ഞങ്ങൾ മുകളിലേക്ക് എത്തി. അതിൻ്റെ സന്തോഷമാണ് ആ മുഖത്ത് കാണുന്നത്. എൻ്റെ പൊന്നോ, എന്ത് ഭംഗിയാണെന്നറിയാമോ അവിടെ നിന്ന് അതൊക്കെ ഒന്ന് നോക്കാനായിട്ട്. ശരിക്കും എനിക്ക് അവിടെ തന്നെ അങ്ങ് നിൽക്കാൻ തോന്നി, പോരാൻ തോന്നിയില്ല. ഞങ്ങൾ പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ അതിനിടയ്ക്ക് എടുക്കുന്നുണ്ടായിരുന്നേ. നല്ല തണുത്ത കാറ്റായിരുന്നേ. ഈ ചൂട് സമയത്ത് തന്നെ എങ്ങനെയാണെങ്കിൽ ആ മഴയൊക്കെ ഉള്ളപ്പോൾ എങ്ങനെയായിരിക്കും അല്ലേ. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങുവാണേ. ശരിക്കും ഞങ്ങൾക്ക് താഴേക്ക് പോകുമ്പോൾ 2 വ്യൂ പോയിൻറ്റ്സ് കൂടെ കവർ ചെയ്യാനുണ്ട്. ഞങ്ങളങ്ങനെ മെല്ലെ ഇറങ്ങുവാണ്. കയറുന്ന പോലെ തന്നെ പാടായിരുന്നു ഇറങ്ങാനും. ഞങ്ങളിങ്ങനെ പിടിച്ചായിരുന്നു ഇറങ്ങിക്കൊണ്ടിരുന്നത്. കാരണം ഇത് കുത്തനെയാണ് ഈ മലയിരിക്കുന്നത്. ഇറങ്ങുമ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതൊരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നിന്ന് നോക്കിയാൽ താഴെ നിന്ന് മുകളിലേക്ക് വരുന്ന ആൾക്കാരെ കാണാതെ. ലൈഫ് വല്ലാണ്ടെങ്കിൽ സ്ട്രെസ്ഫുൾ ആകുമ്പോൾ ഇടയ്ക്കൊക്കെ അതൊന്ന് പോസ് ചെയ്ത് യാത്രകൾ പോകുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. അത് തരുന്നൊരു പീസ്ഫുൾനെസ്സും കാംനെസ്സും ഒന്നും വേറൊന്നിനും തരാൻ പറ്റില്ല. ഞങ്ങൾ കുറേ നടന്നു, കുറേ ഇരുന്നു, കുറേ സംസാരിച്ചു, കുറേ ചിരിച്ചു. ഞാൻ ഈ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യുന്ന മൊമെൻറ്റ്സിനെക്കാളും ഇപ്പോൾ ഓർക്കുമ്പോൾ ഞാൻ മനസ്സിൽ ക്യാപ്ചർ ചെയ്യുന്ന കുറേ അധികം മൊമെൻറ്റ്സിനാണ് ഭംഗി കൂടുതലേ. ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം ഒന്ന് മാറി നിന്നായിരുന്നേ. വേറൊന്നിനുമല്ല, ഒരു മീ ടൈം. ആ തണുത്ത കാറ്റും താഴ്വരകളുടെ ഭംഗിയും ഇളം വെയിലും ചുറ്റും കാണുന്ന ഓരോ കാഴ്ചയും എന്നിലേക്കൊന്ന് അടുപ്പിക്കാം, മനസ്സിലേക്ക് അതൊക്കെ ഒന്ന് സൂക്ഷിക്കാം. എന്താ അല്ലേ കവിമയം. കുഴപ്പമില്ല, പൂർവ്വജന്മത്തിലെങ്ങാനും ഒരു കവി ആയിരുന്നിട്ടുണ്ടാവും അല്ലേ. അവിടെ നിന്ന് പിന്നെ അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോയി. കണ്ടില്ലേ, താഴ്വാരങ്ങളൊക്കെ വളരെ ഭംഗിയായി ഇവിടെ നിന്ന് കാണാം. ഞാനിരുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്താണ് ഈ സ്ഥലം. ഇവിടെ കണ്ടൊരു വ്യത്യസ്തതരമായിട്ടുള്ള പൂവ. കൊള്ളാവോ. പിന്നെയും നടന്നു, ദാ ഇവിടെ എത്തി. പാടെ പണി തുടങ്ങി. ഇതാ കണ്ടില്ലേ എന്താ കാണിക്കുന്നതെന്ന്. അത് തന്നെ കോമ്പറ്റീഷൻ. പതിവ് പോലെ എൻ്റെത് പാളി. കണ്ടില്ലേ, ഒട്ടും വൈകിച്ചില്ല, അവിടെ നിന്ന് വിട്ടു. ഇതാ കണ്ടോ, എന്ത് ഭംഗിയല്ലേ. ഇതൊക്കെ എന്ന് ഫീൽ ചെയ്ത് ഞങ്ങളുടെ 4 പേരുടെയും കാട്ടിക്കൂട്ടലുകളായി. ഇതൊക്കെ പകർത്തുന്നത് ഫെലിക്സിൻ്റെ അനിയന്മാരാണ്. എനിക്ക് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടാണ് നിങ്ങൾ ഈ കാണുന്നത്. 4 വഴിക്ക്. എങ്ങനെയുണ്ട്? പിന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയും പിടിച്ച് ഞങ്ങൾ പതിയെ അവിടെ ഇരിപ്പായി. ഇതിന് മുന്നേ ആ മണ്ടയിലൊക്കെ എത്തിയേനെ. നല്ല രസമല്ലേ ആ ശബ്ദങ്ങളൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കാൻ. കണ്ടില്ലേ ഉമ കഷ്ടപ്പെട്ട് അവരെ പകർത്താൻ നോക്കുന്നത്. ഇത് വലുതാ ക്യാമറയിൽ കൊള്ളുന്നില്ല. ഇത് കണ്ടോ, ഫെലിക്സ് ഇതിൻ്റെ എക്സ്പേർട്ടാണ്. കണ്ടില്ലേ, അവൻ പകർത്തിയതാ ഇതൊക്കെ. ഞങ്ങൾ പിന്നെയും ഐസ്ക്രീം കുടിക്കാൻ ഇറങ്ങിയ മല ഒന്നുകൂടെ കയറേണ്ടി വന്നു കുറച്ച് ദൂരം. മാങ്ങ
2 തുള്ളി വെള്ളം ചോദിച്ചതാണേ. ഇത് 2-3 തുള്ളി. അങ്ങനെ ഞങ്ങൾ മെല്ലെ താഴേക്ക് ഇറങ്ങുവാണ്. ഞങ്ങളെ കൂട്ടാനുള്ള ജീപ്പ് വരാറായി. ഞങ്ങൾ അതും വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ദാ വരുന്നു ജീപ്പ്. അതിലാണേ നിറയെ ആൾക്കാർ. ഈ സമയത്തും എന്തോരം ആൾക്കാരാണ് ഇവിടെ വരുന്നത്. തിരിച്ചു പോകാനായിട്ട് ജീപ്പിൽ കയറിയിരിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്നത് മുതലുള്ള കുറേ നിമിഷങ്ങൾ എനിക്ക് ഓർമ്മ വന്നേ. ആരോ പറഞ്ഞതുപോലെ യാത്രകൾ മനോഹരമാക്കുന്നത് ആ സ്ഥലത്തിൻ്റെ ഭംഗി കൊണ്ട് മാത്രമല്ലല്ലോ, കൂടെ യാത്ര ചെയ്യുന്ന ഹൃദയത്തോളം അടുത്ത മനുഷ്യരും കൂടി ചേർന്നല്ലേ. അവരാണല്ലോ ഈ യാത്രകളെ അത്രയും നല്ല ഓർമ്മകളാക്കി മാറ്റുന്നത്. എന്തായാലും ഇല്ലിക്കക്കല്ലിലേക്കുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ അടുത്തൊരു യാത്രയുമായി ഉടനെ തന്നെ വരാം. അതുവരേക്കും ടാറ്റ ബേബി, സീ യു.